ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കന്യാകുമാരി യാത്രയാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ്, അവൻ്റെ എന്തോ സെക്കൻഡ് ടൈമും. ഞങ്ങൾ ആലുവയിൽ നിന്ന് ഒരു 12:40 ഞങ്ങൾ ട്രിവാൻഡ്രം സെൻറ്ററിലോട്ട് ട്രെയിൻ കയറി. ആ ഒരു ടൈം ആയതുകൊണ്ട് നേരെ കിടന്നുറങ്ങിയിട്ട് ട്രിവാൻഡ്രം സെൻട്രൽ ടു നാഗർകോവിൽ ട്രെയിൻ കയറി. ആ ടൈമിലെടുത്ത വീഡിയോസ് ആണ് ഇത്. 2 ട്രെയിൻ കയറിയിട്ടാണ് നാഗർകോവിൽ എത്തിയത്. നെക്സ്റ്റ് നാഗർകോവിൽ ടു കന്യാകുമാരിക്ക് ട്രെയിൻ വൈകുന്നോണ്ട് ഞങ്ങൾ നേരെ ഓട്ടോയ്ക്ക് പോയി. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ ടു കന്യാകുമാരിക്ക് ഏകദേശം 450 റുപ്പീസാണ് വന്നേ. എന്നിട്ട് നേരെ ഒരു റൂം എടുത്ത് റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് ബിരിയാണി കഴിക്കാൻ പോയി. അത് ഫ്ലോപ്പായി പോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബിരിയാണി. പിന്നെ നേരെ അവിടെ കാണാൻ പറ്റിയ സ്പോട്ട്, പിന്നെ ഷോപ്സിലൊക്കെ പോയി. ബീച്ചിൻ്റെ അടുത്തുള്ളൊരു സ്പോട്ടിലിരുന്നു. ഇതാട്ടോ സ്പോട്ട്. ഞങ്ങൾ ആദ്യം ഇരിക്കുക ചെയ്തേ, പിന്നെ നിന്നു. കാരണം മഴ പെയ്തപ്പോഴേക്കും ഇവിടെ നിൽക്കുമ്പോൾ ആടി നിൽക്കുള്ളൂ. കാറ്റ് വീശിയിട്ട് ആടണിരുന്നു എല്ലാവരും. ഞങ്ങള് റൂമിന്റെ അടുത്തുള്ള ബാർ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. എന്നിട്ട് നേരെ ഞങ്ങൾ റൂമിൽ വന്നിട്ട് ഉനോ കളിക്കാതിരുന്നു. സത്യം പറയല് ഉനോയായിരുന്നു ഞങ്ങളുടെ ട്രിപ്പിലെ മെയിൻ താരം. എന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങിയിട്ട് ഇത് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയിൽ സൺറൈസ് കാണാൻ വന്നിരിക്കുവാണ്. ആദ്യം തന്നെ ചായ ബൂസ്റ്റ് അതൊക്കെ കുടിച്ചിട്ട് നേരെ സൺറൈസ് കാണാൻ വന്നിരുന്നു. കണ്ടോന്ന് വെച്ചാൽ ഏകദേശം കണ്ടു. മഴക്കാരുള്ളതുകൊണ്ട് കാർമേഘം കൊണ്ട് മൂടിയിരിക്കുമായിരുന്നു. പിന്നെ അവിടെ കുറെ നേരം എക്സ്പ്ലോർ ചെയ്തിട്ട് ഉച്ചയായപ്പോഴാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. അവിടെയാണെങ്കിൽ ഫ്രഷ് ഫിഷ് കിട്ടുന്ന ഒരു ഷോപ്പിൽ കയറി ഫിഷൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ കന്യാകുമാരി ടു ട്രിവാൻഡ്രം സെൻട്രൽ ട്രെയിൻ കയറി. ഈ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിടുന്നതുകൊണ്ട് കുറച്ച് അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അതുകൊണ്ട് കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ട്രെയിൻ അത്യാവശ്യം ചെറിയ തിരക്ക് ഉണ്ടായുള്ളൂ, അത്ര വലിയ തിരക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് പോരാൻ പറ്റി. ഇതാട്ടോ ഫോട്ടോസൊക്കെ. എന്നിട്ട് നേരെ ട്രിവാൻഡ്രം സെൻട്രൽ ടു ആലുവ. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ.